നമ്മുടെ ഫേസിലെ കരുവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ ചുളിവുകളൊക്കെ ഉണ്ടെങ്കിൽ ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടും അതേപോലെ തന്നെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പാടുകളൊക്കെ മാറ്റാനായിട്ട് ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഈ ഒരു ഫേസ് പാക്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലെ ടാനൊക്കെ ഉണ്ടെങ്കിൽ ടാനൊക്കെ റിമൂവ് ആക്കാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഇത് നമുക്ക് ഡെയിലി ചെയ്യാം. ഡെയിലി ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും. സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടും യങ് ആയിട്ടിരിക്കാനായിട്ടും ചുളിവുകളൊക്കെ മാറ്റാനായിട്ടും ഡ്രൈനസ് ഒക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സിമ്പിൾ ആയിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ടുള്ള അടിപൊളി ഒരു ഫേസ് പാക്കാണ്. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു ഫേസ് പാക്ക്. ഈ ഒരു ഫേസ് പാക്ക് നമുക്കൊരു ക്രീമി ടെക്സ്ചറിലാണ് കിട്ടുന്നത്. ഇത് നമ്മുടെ സ്കിന്നിലെ ടാനൊക്കെ നന്നായിട്ട് റിമൂവ് ആക്കാനായിട്ട് സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും സ്കിൻ ഒന്ന് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. ഞാൻ എടുത്തിരിക്കുന്നത് തിളപ്പിക്കാത്ത പാലാണ് കേട്ടോ. പാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ ചുളിവുകളൊക്കെ മാറ്റിയിട്ട് സ്കിൻ യങ് ആക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലത്തെ ചെറിയൊരു പാത്രത്തിൽ കുറച്ച് പാലെടുത്തിട്ടുണ്ട്. ഒരു 3 സ്പൂൺ ഉണ്ടാവും കേട്ടോ ഈ ഒരു പാല്. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് പഴമാണ്. നിങ്ങൾക്ക് ഏത് പഴം വേണമെങ്കിലും എടുക്കാം. ഏത്തപ്പഴം വേണമെങ്കിൽ അതെടുക്കാം. അതേപോലെ ചെറിയ പഴം ഉണ്ടെങ്കിൽ ചെറുപഴം വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഈ ഒരു പഴത്തിന് മൊത്തം നമുക്ക് വേണ്ട, ഇതിൻ്റെ ഒരു 1/4 ഭാഗം നമുക്ക് എടുത്താൽ മതി. അപ്പം ഞാൻ ഈ ഒരു പഴത്തിൻ്റെ ഇത്രയും പീസാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഒരു 1/4 ഭാഗം ഉണ്ടാവും. ഈ ഒരു പഴം നമ്മുടെ സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ടും അതേപോലെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ പാടുകൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ 30-35 വയസ്സൊക്കെ കഴിഞ്ഞവരാണെങ്കിൽ എന്താണെങ്കിലും നിങ്ങളുടെ ഫേസിൽ ചുളികളൊക്കെ ഉണ്ടാവും. ആ ഒരു ചുളികളൊക്കെ മാറ്റിയിട്ട് സ്കിൻ നന്നായിട്ട് യങ്ങാക്കി വെക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ചോറാണ്. നിങ്ങളുടെ വീട്ടിൽ ഏത് ചോറാണോ വെക്കുന്നത് ആ ഒരു ചോറ് എടുക്കുക. ഞാൻ 2 സ്പൂൺ ചോറാണ് എടുത്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ടൈറ്റൻ ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പാടുകൾ മാറാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ ഇത് ഈ ഒരു പാലിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അടുത്തായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തേനാണ്. 1 സ്പൂൺ തേനാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സിക്കകത്തിട്ട് അരച്ചെടുക്കണം. അപ്പം ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നതാണ്. ഇതൊരു ക്രീമി ടെക്സ്ചറിലാണ് കേട്ടോ ഇപ്പം നമുക്ക് കിട്ടുന്നത്. അടിപൊളി റിസൾട്ട് കിട്ടുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. നമ്മുടെ ഫേസിലെ സൺ ടാന്, പിഗ്മെൻറ്റേഷൻ, അതേപോലെ കറുത്ത പാടുകൾ, ചുളിവുകളൊക്കെ മാറ്റാനായിട്ട് ഏറ്റവും നല്ലൊരു ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ചെയ്ത് നോക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫേസ് പാക്കാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. അതേപോലെ തന്നെ നമ്മുടെ മുഖത്തെ ചുളിവുകൾ മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇനി ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാം. ഇതൊരു നല്ല സ്മൂത്ത് ആയിട്ടുള്ള പേസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാനൊക്കെ വളരെ ഈസിയാണ്. അതേപോലെ തന്നെ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിക്കാനായിട്ടും ചുളിവുകൾ മാറാനായിട്ടും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കൊരു 20 മിനിറ്റ്സ് വെച്ചിട്ട് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് കാണിക്കാം. അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അടിപൊളി റിസൾട്ടാണ്. സ്കിൻ നന്നായിട്ട് ഗ്ലോ ആയിട്ടിരിപ്പുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ടാനൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ നമ്മുടെ ഫേസിലെ ചുളിവുകൾ മാറ്റിയിട്ട് സ്കിൻ യങ്ങാക്കി വെക്കാനായിട്ടും ഡ്രൈനസ് മാറാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന നല്ലൊരു ഫേസ് പാക്കാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് റിസൾട്ടാണ്. നമുക്കിത് ഡെയിലി ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് ചെയ്ത് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.